യാത്രകളെ സ്നേഹിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കായി യാത്രകളെ പ്രണയിക്കുന്ന അക്ബർ സ്നേഹക്കൂടിൻ്റെ ഒരു കൊച്ചു സമ്മാനം. ഞങ്ങൾ ഈ സമ്മർ വെക്കേഷനിൽ ഞാനും എൻ്റെ ഫാമിലിയും, വൈഫും മക്കളും, കൂട്ടുകാരിയും മക്കളും, പിന്നെ അനുജൻ്റെ ഭാര്യയും മക്കളുമായിട്ട് വിരാജ്പേട്ട്, കർണാടകയിലെ വിരാജ്പേട്ട്, കൂർഗ് ഡിസ്ട്രിക്റ്റിലെ വിരാജ്പേട്ടിൽ ക്ലബ് മഹീന്ദ്ര റിസോർട്ടിലാണ് 4 ദിവസം സ്റ്റേ ചെയ്തത്. വളരെ മനോഹരമായ ഒരു യാത്രാനുഭവം തന്നെയായിരുന്നു ഈ 4 ദിവസത്തെ. ഞങ്ങൾ ഇവിടുന്ന് നിലമ്പൂർ നാടുകാണി വഴി സുൽത്താൻ മാനന്തവാടിയിൽ നിന്ന് വിരാജ്പേട്ട് ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു. പാലക്കാടിലെ 41-42 ഡിഗ്രി സെൽഷ്യസ് തിളയ്ക്കുന്ന ചൂട്ടിൽ നിന്നും കാപ്പി തോട്ടങ്ങളുടെ പറുദീസയായ വിരാജ്പേട്ടിലേക്ക്, കേരളത്തിലെ എന്താ പറയുക, മഞ്ഞിൻ്റെ സ്വർഗമായ വയനാടിലൂടെയായിരുന്നു യാത്ര. അങ്ങനെ ഞങ്ങൾ നാഗർഹോള വഴി യാത്ര ചെയ്തപ്പോൾ ടൈഗർ റിസർവിൽ നിന്ന് ഞങ്ങൾക്ക് ആ യാത്രയിൽ വളരെ അത്യപൂർവമായി മാത്രം ലഭിക്കുന്ന ഒരു ആനക്കാഴ്ചയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഒരു ആനയും ഒരു കുഞ്ഞുമായിട്ട് പുറത്തു വന്നു. ആ റൂട്ടിൽ അപ്പം ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ തിരക്കൊന്നുമില്ല. ഓൺലി എൻ്റെ കാറും ഞങ്ങളും. പിന്നെ ഓരോ ഫാമിലികൾ ഇങ്ങനെ പുറത്തു വരാൻ തുടങ്ങി. ഒരു 10, 12, 13 ആനകൾ, കുട്ടികളടക്കമുള്ള ഒരു ആനക്കൂട്ടമാണ് ഞങ്ങൾക്ക് കാഴ്ച. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യത്തെ വിഷുക്കണി എന്ന് വേണമെങ്കിൽ അതിനെ പറയാം നമുക്കല്ലേ. അപ്പോൾ വിഷു കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ മനോഹരമായ കാഴ്ച. പിന്നെ ഞങ്ങളെ കണ്ടപ്പോൾ പ്രകോപിതയായ ഒരമ്മ ഞങ്ങളുടെ പുറകെ ഓടി വന്നെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. പിന്നെ ക്ലബ് മഹീന്ദ്രയിൽ വളരെ രസകരമായ എന്താ പറയുക സെലിബ്രേഷൻസ് പാടാനുള്ള അവസരമില്ല. മകന്മാരുടെ ഇംഗ്ലീഷ് സോങ്. ഞാൻ മൈക്ക് കിട്ടിയ ചാടി പാട്ട് പാടുന്ന ആളാണ്. അപ്പം ഞാനും ഒരു പാട്ട് പാടി. പിന്നെ അത് കഴിഞ്ഞ് അനുജൻ്റെ മോളുടെ എന്താ പറയുക SSLC വിജയം, ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു വിക്ടറിയായിരുന്നു അവിടെ. അതും അവിടെ ഞങ്ങൾ കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ അവസരം കിട്ടി. അപ്പോൾ എന്തുകൊണ്ടും വളരെ 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 ഞാൻ ഓ സാത്തീരെ തേരെ ബിൻ അബിക്ക എന്ന് പറഞ്ഞ പാട്ടാണ്. ഓ സാത്തീരെ ആ പാട്ടാണ് പാടിയത്. അത് കഴിഞ്ഞ് മോളുടെ സെലിബ്രേഷൻ, ധാരാളം എല്ലാം യാത്രയെ സ്നേഹിക്കുന്നവരായിരുന്നു. ഏതായാലും യാത്രകൾ, പക്ഷേ അതിനിടയ്ക്ക് ഞാനൊന്ന് പറയുകയാണ്. വാൾപ്പാറയിലുണ്ടായ ദുരന്തം. 10ഓളം ടീച്ചർമാർ, മലപ്പുറം ജില്ലയിലെ ഒരു LP സ്കൂളിൽ ടീച്ചർമാർ, 1-2 കുഞ്ഞുങ്ങളുമടങ്ങുന്ന ഒരു യാത്രാ സംഘം വാൾപ്പാറയിലുണ്ടായ അപകടത്തിൽ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് അനുസരിച്ച് 9 പേർ മരണമടങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 2 ഏതായാലും യാത്രയെ സ്നേഹിച്ച് യാത്ര പോയ അവർക്ക് എൻ്റെ കണ്ണീരഞ്ജലികൾ ഞാൻ ഈ അവസരത്തിൽ സമർപ്പിക്കുകയാണ്. എന്തായാലും എനിക്കൊരു കാര്യം യാത്രക്കാരോട് പറയാനുള്ളത്, യാത്ര ചെയ്യുമ്പോൾ വണ്ടി ഓടിക്കുന്നത് ആരാണ്? നമ്മളറിയാതെ നമ്മൾ ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമ്മൾ ഉറക്കമാണ് യാത്രയിൽ വലിയ ദുരന്തങ്ങൾക്ക് കാരണമാവുന്നത്. നല്ല വലിയൊരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് ക്ലബ് മഹീന്ദ്രയിൽ. അതിൽ ഷക്കിയൊക്കെ ഭയങ്കരമായിട്ട് നീന്തി. എന്തായാലും മനോഹരമായ അലീനയുടെ SSLCയിലെ ത്രില്ലിംഗ് വിജയം കേക്ക് കുറിച്ച് ആഘോഷിച്ചു. ക്ലബ് മഹീന്ദ്രയുടെ വക തന്നെയായിരുന്നു കേക്ക്. നല്ല അനുഭവമായിരുന്നു. ധാരാളം പിന്നെ വളരെ പ്രഗത്ഭനായ ഒരാളെ ഞങ്ങൾക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു. വിംഗ് കമാൻഡർ വിജയൻ സാർ, പാലക്കാടുകാരനാണ്. 4-5 ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതി. 2 പ്രസിഡൻറ്റ് മെഡലൊക്കെ നേടിയ 86 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനും ഉണ്ടായിരുന്നു. അതിന് ഞങ്ങൾക്ക് സാക്ഷിയാകാൻ കഴിഞ്ഞു.
കാപ്പി ഇരുവശവും ഇടതൂർന്ന കാപ്പിത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള കബ്ബെ ട്രക്കിങ്ങിലേക്കുള്ള യാത്ര. കബ്ബെ മലനിരകൾ, ബ്രഹ്മഗിരി മലയുടെ ഒരു ഭാഗമാണ് ഇപ്പുറം. അപ്പോൾ അത് വളരെ വളരെ എന്താ പറയുക, ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു അനുഭവമായിരുന്നു. ഇത് കൂർഗിലെ തോട്ടങ്ങളിലെ വീടുകളാണ്. അപ്പോൾ കൂർഗിലെ കാലാവസ്ഥ എപ്പോഴും നിങ്ങൾക്കറിയാലോ, ഒരു തണുത്ത കാലാവസ്ഥയാണ്. ഈ കേരളത്തിലെ കൊടുംചൂട്ടിലും വിരാജ്പേട്ടിൽ ഒരു ഇളം തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ധാരാളം സ്പൈസസ് ഉണ്ടാവുന്നൊരു നാടാണിത്. കുരുമുളകും ഏലവും കാപ്പിയും തേയിലയും എല്ലാം ഈ മണ്ണിലുണ്ടാവും. ഫിഗും അത്തിപ്പഴവും ഇല്ലാത്തതൊന്നുമില്ല, അവക്കാടവും എല്ലാം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഹോം സ്റ്റേ. അപ്പോൾ എന്തായാലും മടിക്കേരി ഒരു സ്വർഗഭൂമി തന്നെയാണ്, നമ്മുടെ ഇടുക്കി ജില്ല പോലെ. അങ്ങനെ ഞങ്ങൾ 4 വീൽ ഡ്രൈവ് ജീപ്പിലാണ് ഈ മറ്റേ കബ്ബെ എന്ന് പറയുന്ന, അവിടെ നിന്ന് അടുത്താണ് തടിയൻ്റെ മോള്. ഈയിടെ പ്രശസ്തമായ തടിയൻ്റെ മോൾ ഇതിൻ്റെ കുറച്ചപ്പുറത്ത്, ഒരു 10 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നടന്ന് മുകളിലേക്ക് കയറിയ 360 ഡിഗ്രി വ്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഏതായാലും ഞങ്ങൾ വളരെ ആസ്വദിച്ചു ഈ ട്രക്കിങ്. ഒരു 3 കിലോമീറ്ററോളം ട്രക്ക് ചെയ്തു ഞങ്ങൾ. അപ്പോൾ കുറേയൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, ഫുള്ളായിട്ട് ഇട്ട് നിങ്ങളെ വളരെ ദീർഘമായൊരു വീഡിയോ ആക്കുന്നത് ശരിയല്ല. വണ്ടി അവിടെ നിർത്തിയിട്ട് അവിടെ നിന്ന് അതിൻ്റെ മുകളിലോട്ട് ഞങ്ങൾ ട്രക്ക് ചെയ്തു. ഓക്കെ, നല്ല രസകരമായൊരു നടത്തമായിരുന്നു ഇതെല്ലാവരും കൂടെ. ഏതായാലും യാത്രകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ ഏത് ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും യാത്രകൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ എന്താ പറയുക, സാഹചര്യങ്ങൾ, സാമ്പത്തികമായ കഴിവൊക്കെ അനുസരിച്ച് യാത്ര ചെയ്യാം. എല്ലാവർക്കും യാത്ര ചെയ്യാം. അതിന് മനസ്സാണ് ഉണ്ടാവേണ്ടത്. നമ്മൾ യാത്ര ചെയ്യാൻ പൈസയല്ല വേണ്ടത്, അതിന് മനസ്സുണ്ടെങ്കിൽ യാത്രക്കുള്ള പൈസ നമ്മൾ കണ്ടെത്തിക്കോളും. ഇപ്പം ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് മലനിരകളുടെ മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് ട്രക്ക് ചെയ്തു. ഓക്കെ, നല്ല കാറ്റ്, എന്തൊരു കാറ്റായിരുന്നു എന്നറിയും. ആ കാണുന്നതൊക്കെ വയനാടൻ ഭാഗത്തുള്ള മലനിരകളാണ് നമ്മുടെ വലതുവശത്തും കാണുന്നത്. ബ്രഹ്മഗിരിയൊക്കെ അതിൽ കാണാം നമുക്ക്. അപ്പോൾ മടിക്കേരി വിരാജ്പേട്ട് ക്ലബ് മഹീന്ദ്ര റിസോർട്ടിൽ നിന്ന് ഏകദേശം 22-23 കിലോമീറ്റർ ജീപ്പിലൂടെ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. കബ്ബെ ട്രക്കിംഗ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിലൂടെ ഞങ്ങളതിൻ്റെ മുകളിൽ വരെ പോയി റിഗയിലേക്ക് നടന്നു. വളരെ രസമായിരുന്നു. മക്കൾക്കൊക്കെ ഈ വെക്കേഷൻ ശരിക്കും അവർ അടിച്ചു പൊളിച്ചു. ഷാഹിദും അച്ചുവും അലീനയും ലിയാനിയും ഒക്കെ ശരിക്കും ആസ്വദിച്ചു. അപ്പോൾ അവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം കൂടെ നമുക്കുണ്ട്. അപ്പോൾ ഡബിൾ സന്തോഷമാണ് നമുക്ക്. ഒന്ന് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, പിന്നെ നമ്മുടെ കൂടുള്ളവർ സന്തോഷിക്കുന്നത് കാണുമ്പോഴുണ്ടാവുന്ന ഒരു സന്തോഷം. അങ്ങനെ എനിക്ക് ഡബിൾ ട്രിപ്പിൾ സന്തോഷമായിരുന്നു ഈ യാത്ര. ഞാനും ഷക്കിയൊക്കെ ശരിക്കും ഈ യാത്ര ആസ്വദിച്ചു. ഓക്കെ, അതുകൊണ്ട് പ്രിയമുള്ളവരെ, യാത്ര ചെയ്യുക. യാത്ര നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. മാനസികമായ പിരിമുറുക്കങ്ങളൊക്കെ മാറ്റിവെച്ച് എല്ലാം മറന്ന് കുറച്ച് ദിവസം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതൊരു നല്ല റിഫ്രഷ്മെൻ്റാണ് ശരീരത്തിന്, മനസ്സിന്. ഓക്കെ, അപ്പോൾ വെള്ളം കുറവായതുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ല എന്താ പറയുക, ഒഴുക്കുള്ള സ്ഥലങ്ങളൊക്കെയാണിത്. പക്ഷേ ഇപ്പോൾ വേനലാണ്, വേനലിൻ്റെ ഒരു പീക്കിലാണല്ലോ നമ്മൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ തലശ്ശേരി വന്ന്, തലശ്ശേരിയിൽ നിന്ന് മുഴുപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ചിലേക്ക് പോയി. അതും ഭയങ്കരമായിട്ടുള്ളൊരു വളരെ രസകരമായ ഒരു അനുഭവമാണ്. കാരണം നമുക്ക് കടലോരത്തുകൂടെ വണ്ടി ഓടിക്കാം. നമ്മുടെ കാറായാലും ജീപ്പായാലും ഒക്കെ സുഖമായിട്ട് ഓടിക്കാം. കാരണം ഈ മുഴുപ്പിലങ്ങാട് ബീച്ചിലെ മണ്ണിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. മണലിന് കുറച്ച് കട്ടിയുള്ളതാണ്. അപ്പം അതുകൊണ്ട് ജീപ്പൊക്കെ സുഖമായിട്ട് അതിലൂടെ ഞങ്ങളുടെ കാർ ഓടിച്ച് കടൽ ആസ്വദിച്ച്, അങ്ങനെ ഞങ്ങൾ ഇരട്ടി വഴി, തലശ്ശേരിയിൽ നിന്ന് ഇരട്ടിയിലൂടെ ഞങ്ങൾ പിന്നെ കോഴിക്കോട് വന്ന് അങ്ങനെ നാട്ടിലെത്തി.